1999 ഡിസംബർ 24 നേപ്പാളിലെ ത്രിഭുവൻ എയർപോർട്ടിൽ ഇന്ത്യൻ എയർലൈൻസ് IC812 ടേക്ക് ഓഫിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. നേപ്പാളിലെ കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്നും ന്യൂഡൽഹി എയർപോർട്ടിലേക്കായിരുന്നു ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് 37-കാരനായ ക്യാപ്റ്റൻ ദേവി ശരത്തും കൂടെ ഫസ്റ്റ് ഓഫീസർ രാജേന്ദ്രകുമാറും. ഇവരെ കൂടാതെ ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽ കുമാറും ഈ യാത്രയിലുണ്ടായിരുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് 4 മണിയോടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. വിമാനം നേപ്പാളിൻ്റെ ആകാശപാതയിൽ നിന്നും ഇന്ത്യയുടെ ആകാശപാതയിലേക്ക് കടക്കുകയാണ്. വിമാനം 10,000 അടിയിലേക്ക് ഉയർന്നതോടെ സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ചെയ്യുകയാണ്. കൂടാതെ ക്യാബിൻ ക്രൂ പാസഞ്ചേഴ്സിന് റിഫ്രഷ്മെന്റ് കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയം ബിസിനസ് ക്ലാസ്സിൽ നിന്നും ഒരാൾ മാസ്ക് ധരിച്ച് ക്യാബിൻ ക്രൂ ആയിരുന്ന അനിൽ ശർമ്മയ്ക്കെതിരെ ആയുധം ചൂണ്ടുകയാണ്. വിമാനത്തിന്റെ പുറകിൽ മറ്റു തീവ്രവാദികളും ഇത് തന്നെ ചെയ്യുകയാണ്. തീവ്രവാദികൾ പരസ്പരം സംസാരിച്ചിരുന്നത് കോഡ് ഭാഷയിലായിരുന്നു. ബിസിനസ് ക്ലാസ്സിൽ 2 തീവ്രവാദികളും എക്കണോമി ക്ലാസ്സിൽ 3 തീവ്രവാദികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ പരസ്പരം ചീഫ്, ബർഗർ, ഡോക്ടർ, ബോല, ശങ്കർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചീഫ് അനിൽ കുമാറിനോട് തന്നെ കോക്പിറ്റിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ചീഫ് ക്യാപ്റ്റനെതിരെ ആയുധം ചൂണ്ടുകയും ഫ്ലൈറ്റ് ലാഹോറിലേക്ക് തിരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഫ്ലൈറ്റ് ലാഹോറിലേക്ക് എടുത്തില്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ താൻ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ലാഹോറിൽ എത്തിച്ചേരാനുള്ള ഇന്ധനം തങ്ങളുടെ വിമാനത്തിന് ഇല്ലെന്ന് ചീഫിനോട് ക്യാപ്റ്റൻ പറയുകയാണ്. വിമാനം പഞ്ചാബിൽ ലാൻഡ് ചെയ്യാമെന്നും ക്യാപ്റ്റൻ പറയുകയാണ്. എന്നാൽ തിരിച്ചുള്ള മറുപടി വ്യത്യസ്തമായിരുന്നു. പഞ്ചാബിൽ വരെ പോകാനുള്ള ഇന്ധനമുണ്ടെങ്കിൽ ലാഹോറിലോട്ടും പോകാമെന്നായിരുന്നു ചീഫിന്റെ മറുപടി. അതിനാൽ തന്നെ ക്യാപ്റ്റൻ ലാഹോറിലെ ATCയോട് ലാൻഡിങ്ങിനുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ ഇന്ത്യയുടെ ATCയിലേക്ക് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന വിവരം അറിയിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ആ സമയത്ത് നല്ല ബന്ധത്തിൽ അല്ലായിരുന്നത് കൊണ്ട് തന്നെ ലാഹോറിലെ ATC വിമാനം ലാൻഡ് ചെയ്യാനുള്ള ക്ലിയറൻസ് നിരസിക്കുകയാണ്. ഇതിൽ വഴങ്ങിയ തീവ്രവാദികൾ വിമാനം അമൃത്സർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ സമ്മതിക്കുകയാണ്. വൈകിട്ട് 6:30 അമൃത്സർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുവാൻ ഏറ്റവും ഉചിതമായ സമയമായിരുന്നു അത്. ഡൽഹിയിൽ നിന്ന് അമൃത്സർ എയർപോർട്ടിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. പഞ്ചാബ് പോലീസ് തീവ്രവാദികളുമായി യാതൊരു ബന്ധത്തിലും വരാൻ പാടില്ല. ഇന്ത്യൻ കമാൻഡോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നായിരുന്നു അവരുടെ നിർദ്ദേശം. എന്നാൽ ഇന്ത്യൻ കമാൻഡോസ് ആ സമയവും ഡൽഹി തന്നെയായിരുന്നു. വിമാനത്തിന് ഇന്ധനം നിറയ്ക്കുവാനുള്ള ട്രക്ക് വളരെ വേഗം വിമാനത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തുകയാണ്. വളരെ വേഗം പോകുന്നത് കൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് സംശയമുണ്ടാകുമെന്ന് ATCക്ക് മനസ്സിലാകുകയാണ്. വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ ATC ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇത് മനസ്സിലാവാഞ്ഞ ഡ്രൈവർ വാഹനത്തെ റൺവേയുടെ നടുക്ക് തന്നെ നിർത്തിയിടുകയാണ്. ഇതിൽ സംശയം കൊണ്ട തീവ്രവാദികൾ ക്യാപ്റ്റനോട് എത്രയും വേഗം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഫ്ലൈറ്റിൽ ഇന്ധനമില്ല എന്ന കാര്യം വീണ്ടും തീവ്രവാദികളെ ക്യാപ്റ്റൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ തീവ്രവാദികൾ അത് കണക്കിലെടുക്കാതെ ഫ്ലൈറ്റ് എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ നിരസിക്കുന്ന ക്യാപ്റ്റനെ കണ്ട് ബിസിനസ് ക്ലാസ്സിൽ ഇരുന്ന 25 വയസ്സുള്ള റുബിൻ കത്രിയാഡിനെതിരെ ആയുധം ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ക്യാപ്റ്റൻ ഇനിയും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ നിരവധി ആൾക്കാരെ വീണ്ടും പരിക്കേൽപ്പിക്കുമെന്ന് തീവ്രവാദികൾ ഭീഷണി മുഴക്കുകയാണ്. ഇതിൽ വഴങ്ങിയ ക്യാപ്റ്റൻ വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുകയാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ആ സമയം തന്നെ ഡൽഹിയിൽ നിന്ന് കമാൻഡോസ് എത്തിച്ചേരുകയാണ്. വിമാനം പാകിസ്ഥാന്റെ ആകാശ